ഒരു വശത്തുകൂടി എല്ലാം സെറ്റാകുമ്പോൾ മറുവശത്ത് പൊളിഞ്ഞു വീഴും. കോൺഗ്രസ് പാർട്ടിയുടെ അവസ്ഥയാണ് അത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒറ്റക്കെട്ടായി മുന്നോട്ട് നീങ്ങിയ പാർട്ടി യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പോട് കൂടിയാണ് രണ്ട് വഴിക്കായത്. പിന്നാലെ കോൺഗ്രസ് പുനഃസംഘടന നടത്തി പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിച്ചു. ഇതോടെ കലിപ്പിലായത് കെ മുരളീധരൻ അടക്കമുള്ള നേതാക്കളാണ്. കെ സുധാകരൻ കണ്ണൂരിൽ നിന്ന് തുടങ്ങിവെച്ച അസ്വാരസ്യം മുരളി തുടങ്ങിവെക്കുകയായിരുന്നു. പിന്നാലെ ചർച്ച നടത്തിയ നേതാക്കൾ മുരളിയുടെ ഇഷ്ടക്കാരെ കൂടി KPCC ഭാരവാഹികളാക്കാമെന്ന് അറിയിക്കുകയായിരുന്നു. ഇതോടെ മുരളി അടങ്ങുകയും വിശ്വാസ സംരക്ഷണ യാത്രയുടെ സമാപന വേദിയിൽ എത്തുകയും ചെയ്തു. എന്നാൽ മുരളീധരൻ എത്തിയതോടെ മുന്നിലുണ്ടായിരുന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ പിൻവലിയുന്ന കാഴ്ചയാണ് കണ്ടത്. മുരളീധരന്റെ അഭാവം ആദ്യം ചർച്ചയായപ്പോൾ പെട്ടുപോയതിന്റെ കലിപ്പാണോ സതീശനെ പിന്നിലേക്ക് വലിച്ചതെന്ന് വ്യക്തമല്ല. ഇത് സംബന്ധിച്ച ചോദ്യങ്ങളിൽ മാധ്യമങ്ങളോട് ക്ഷോഭിച്ചാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചത്. പുനഃസംഘടന സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറയില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നോട് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കേണ്ട എന്ന് പറഞ്ഞു പോവുകയും ചെയ്തു. തുടർന്ന് പദയാത്ര തുടങ്ങിയപ്പോഴും പിൻവലിഞ്ഞാണ് സതീശൻ നടന്നത്. മുൻനിരയിൽ രമേശ് ചെന്നിത്തലയും അടൂർ പ്രകാശും അടക്കം നിന്നപ്പോൾ സതീശൻ മുന്നിലേക്ക് വന്നതേയില്ല. മാധ്യമങ്ങൾ അടുത്തേക്ക് വരുമ്പോൾ കൂടുതൽ പിന്നിലേക്ക് പോവുകയാണ് ചെയ്തത്. പന്തളത്ത് സ്വീകരണം നൽകിയപ്പോൾ പിന്നിൽ നിന്നും മുന്നിലേക്കെത്തി. ഹാരമണിയിച്ചതിന് പിന്നാലെ തന്നെ പിൻനിരയിലേക്ക് മാറുകയും ചെയ്തു. നേരത്തെ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ഉന്നയിച്ച് വൻ മുന്നേറ്റമാണ് കോൺഗ്രസ് ലക്ഷ്യമിട്ടിരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് വിവിധ മേഖലകളിൽ നിന്ന് വിശ്വാസ സംരക്ഷണ മേഖലാ ജാഥകൾ നടത്തിയത്. പ്രധാന നേതാക്കൾ തന്നെ ക്യാപ്റ്റന്മാരായുള്ള ജാഥകൾ വിജയകരമായാണ് പുരോഗമിച്ചത്. ഇതിനിടയിലാണ് കോൺഗ്രസിലെ പുനഃസംഘടനയുടെ പട്ടിക വന്നത്. അതോടെ അവസാന ദിവസം ജാഥ വലിയ വിവാദത്തിലേക്ക് വഴിമാറി. എന്തായാലും മേഖലാ ജാഥകൾ ചെങ്ങന്നൂരിൽ സമാപിച്ചിരുന്നു. UDFന്റെ നേതൃത്വത്തിൽ 7 കിലോമീറ്റർ നീണ്ടു നിൽക്കുന്ന പദയാത്രയായി പന്തളത്തേക്കും എത്തി അവിടെ ഒരു സംഗമവും നിശ്ചയിച്ചു. ഇതിനിടെയാണ് കാസർഗോഡ് നിന്ന് പുറപ്പെട്ട് ചെങ്ങന്നൂരെത്തിയ ജാഥയുടെ ക്യാപ്റ്റനായ കെ മുരളീധരൻ ഗുരുവായൂരിലേക്ക് പോയത്. അവസാന നിമിഷം മുരളിയെ അനുനയിപ്പിക്കാൻ സാധിച്ചെങ്കിലും കെ സുധാകരൻ അടക്കമുള്ള മുതിർന്ന നേതാക്കന്മാർ ഇപ്പോഴും കലിപ്പിൽ തന്നെയാണ്. അതിനിടയിൽ സതീശൻ കൂടി നിസ്സഹകരണം പ്രഖ്യാപിച്ചതോടെ കോൺഗ്രസ് പാർട്ടി വലിയ വെട്ടിലാണ് ഇപ്പോൾ വീണിരിക്കുന്നത്.